പട്ടം സ്വീകരിക്കുന്നത് പവർ കാണിക്കാനല്ല, പാദം കഴുകാനാണ്. അതാണ് സുവിശേഷവക നമുക്കിന്ന് വ്യക്തമാക്കി തരുന്നത്. ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ എന്നും ഉണ്ടാകണം. പൗരോഹിത്യത്തിലേക്കുള്ള പടവുകൾ ചവിട്ടിക്കയറുമ്പോൾ പൗരോഹിത്യം സ്വീകരിച്ചു കഴിഞ്ഞാലും ഈ ഒരു ചിന്ത എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. നമ്മളൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കുന്നത്. അധികാരം എന്നൊരു വാക്ക് ബൈബിളില്ലെന്ന് നിങ്ങൾക്കറിയാം. എക്സൂസിയ, ശുശ്രൂഷ എന്നാണ് ആ പദം ശരിക്കും അർത്ഥമാക്കുന്നത്. ഈ ഒരു ചിന്ത നന്നായിട്ട് നമ്മളെ ഭരിക്കട്ടെ. ഇനിയും 5 നിർദ്ദേശങ്ങൾ. ഞങ്ങളൊക്കെ അച്ഛന്മാരൊക്കെ എങ്ങനെയാവണം എന്നുള്ളത് അൽമായർ പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ എന്ന് എനിക്കറിയാം. ഞാനതുകൊണ്ട് ഹോസൂർ രൂപതയിൽ ഈ ഫാമിലി ഇയറിൽ വൈദികരിൽ നിന്നും നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നൊരു സാമ്പിൾ സർവേ ആളുകളോട് ചോദിച്ചെഴുതി വാങ്ങി. അതിൻ്റെ സംക്ഷിപ്ത രൂപത്തിൽ 5 നിർദ്ദേശങ്ങൾ അൽമായർ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. 1, ഞങ്ങൾക്ക് വേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ക്വാളിറ്റിയുള്ള ഒരു അച്ഛനെയൊന്നല്ല. ഞങ്ങൾക്ക് വേണ്ടത് പ്രാർത്ഥിക്കുന്ന ഒരച്ഛനെയാണ്. നിങ്ങൾ പറഞ്ഞിരിക്കുന്നതാ, അൽമായർ എഴുതുന്നിരിക്കുന്നതാ. ഞങ്ങൾ അച്ഛന്മാരെ അന്വേഷിച്ച് പള്ളിയിലേക്ക് വരുമ്പോൾ അച്ഛൻ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടാൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പ്രാർത്ഥന, ഇടവിടാതെ പ്രാർത്ഥിക്കുക. 1 തെസ്സലോനിയൻസ് 5:16 കൃത്യമായിട്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണമെങ്കിൽ. 2ാമത്തെ നിർദ്ദേശം, ജാതിക്കും മതത്തിനും അതീതമായി പാവപ്പെട്ടവരെ സഹായിക്കുന്നവരായിരിക്കണം ഞങ്ങളുടെ അച്ഛന്മാരെന്ന് ആൾക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നു. സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടെ. പ്രത്യേകിച്ച് ഹോസൂർ പോലെയുള്ള ഒരു മിഷൻ രൂപതയിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണത്. സാമൂഹ്യ തലത്തിൽ അവസരം കണ്ടെത്തി അവർ സഹായിക്കുന്ന ഒരു പ്രവർത്തന ശൈലി ആയിരിക്കണം നമ്മുടേതെന്ന് ജനം ആഗ്രഹിക്കുന്നു. അതിന് മാത്രമേ ഈ രൂപതയിൽ പ്രസക്തിയുള്ളൂ. 3ാമതായിട്ട്, ഞങ്ങളുടെ വൈദികർ അറിവുള്ളവരായിരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ബൈബിൾ വായിക്കണം. ഇത്രയും വലിയൊരു നിധി നമുക്ക് കിട്ടിയിട്ട് അനുദിനം ആ നിധി അനുഭവിക്കാൻ, വായിച്ചറിയാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അറിവുള്ളവരായിരിക്കണം. നമ്മൾ ബൈബിളിൽ അറിവുള്ളവരായിരിക്കണം. ബൈബിൾ വായിക്കണം, പഠിക്കണം. വീണ്ടും അൽമായർ എനിക്ക് എഴുതി തന്നിട്ടുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, കൗദാശിക ജീവിതം നയിക്കുന്നവരായിരിക്കണം, കൗദാശിക ജീവിതത്തിലേക്ക് ആളുകളെ നയിക്കുന്നവരായിരിക്കണം ഞങ്ങളുടെ അച്ഛന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റു കെട്ടിടം പണിയും കാര്യങ്ങളൊക്കെ നടത്തുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ അച്ഛന്മാർ, ഞങ്ങളെ കുദാശകളിലേക്ക് നയിക്കുന്ന അച്ഛന്മാരെ ഞങ്ങൾക്ക് വേണ്ടതെന്ന് അൽമായർ കൃത്യമായിട്ട് എഴുതി തന്നിരിക്കുന്നു. പലരും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. 5ാമതായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, അച്ഛന്മാർ ക്രിസ്തുവിനോടും ക്രിസ്തുവിൻ്റെ സഭയോടും സഭാധികാരികളോടും അനുസരണമുള്ളവരായിരിക്കണം. അങ്ങനെയല്ലാത്ത അച്ഛന്മാർ ഞങ്ങൾക്ക് വേണ്ടാന്ന് എഴുതിയിട്ടുണ്ട്. ഈ 5 ചിന്തകൾ ഈ അവസരത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഞാനിത് ഓർത്തിരിക്കാനായിട്ട് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നവരാകണം. അതാണ് അവർ പറഞ്ഞത്, ക്രിസ്തുവിനോടും ക്രിസ്തുവിൻ്റെ സഭയോടും അനുസരണയുള്ളവരായിരിക്കണമെന്ന്. ഈ 5 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പട്ടം സ്വീകരിക്കുന്നത് പവർ കാണിക്കാനല്ല, പാദം കഴുകാനാണ് ചിന്തയോടുകൂടി നമുക്ക് തിരുക്കർമ്മങ്ങൾ തുടരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.